അങ്ങനെ സന്തോഷ് പണ്ഡിറ്റ് മുഖ്യധാര സിനിമയിലേക്ക് എത്തുകയാണ്. അതും മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം. അജയ് വാസുദേവൻ സംവിധാനം ചെയ്യുന്ന എഡ്ഡി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രമായി തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും എത്തുന്നത്. സെറ്റിൽ മമ്മൂട്ടിയെ കണ്ടതിനെക്കുറിച്ചും മമ്മൂട്ടിക്കൊപ്പം ജോലി ചെയ്ത അനുഭവത്തെക്കുറിച്ചും മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സന്തോഷ് പണ്ഡിറ്റ് പറയുകയുണ്ടായി. ഷൂട്ട് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്തു. സെറ്റിൽ വന്നതിന് ശേഷമാണ് തങ്ങൾ പരസ്പരം കാണുന്നത്. അതുവരെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു. പണ്ഡിത്തിനെ വിളിച്ചോളൂ എന്ന് സംവിധായകൻ പറയുന്ന സമയത്താണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. തങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ രംഗമായിരുന്നു അത്. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് താൻ അദ്ദേഹത്തോട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നോട് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ രംഗത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപൊന്നും കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരമൊന്നും കിട്ടിയിരുന്നില്ല. എങ്കിലും സന്തോഷിനോട് വളരെ സ്നേഹത്തോടെയാണ് മമ്മൂക്ക പെരുമാറിയത്. തങ്ങൾ തമ്മിൽ ധാരാളം കോമ്പിനേഷൻ രംഗങ്ങളുണ്ട് എന്നും ഷൂട്ടിംഗ് തീർന്നിട്ടില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. ഏപ്രിൽ 18 മുതലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. മമ്മൂക്ക ജോയിൻ ചെയ്തിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ദിവസവും കാണും, പരസ്പരം വിഷ് ചെയ്യും. വളരെ കുറച്ച് മാത്രമേ തങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും വർക്കുണ്ടാവും, അതിൻ്റെ തിരക്കിലായിരിക്കും. കൂടെ അഭിനയിക്കുന്നവരോട് അദ്ദേഹത്തിന് പ്രത്യേക ഒരു കെയറിംഗ് ഉണ്ട്. സീൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ നൽകാറുമുണ്ട്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും സംവിധായകൻ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എങ്ങനെ മൂവ് ചെയ്യാമെന്നൊക്കെ മമ്മൂക്കയെ പറഞ്ഞു തരും. സിനിമ ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്കും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മമ്മൂക്കയുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയോ എന്ന ചോദ്യത്തിന് ആധികാരികമായി ഉത്തരം പറയാൻ കഴിയൂ. സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും തനിക്ക് അനുവാദമില്ല. തൻ്റെ സിനിമകൾ താൻ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലൂടെ പുറത്തു പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല. സെറ്റിൽ നിന്നും എടുക്കുന്ന ഫോട്ടോകൾ പോലും ഒന്നും പുറത്തു പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. എല്ലാവരോടും ശ്രദ്ധിച്ച് മാത്രമേ ഇപ്പോൾ സംസാരിക്കാറുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന തനിക്ക് ഇപ്പോൾ പലതും വിഴുങ്ങേണ്ടി വരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.